ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതിലെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം. ത്രീ ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഒരു ക്രോസ് റോഡിലിരിക്കുന്ന ഒരു എനർജിയാണ്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുറച്ച് കൺഫ്യൂഷനിലിരിക്കുന്നു എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. പക്ഷേ ഏറ്റവും നല്ല ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇത് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മുന്നോട്ട് പോകണോ, ഇതിനി ഇവിടെ വെച്ച് നിർത്തണോ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ ആലോചിച്ച് പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നോക്കാം. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവുമെന്നാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ അഥവാ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്താലും നിങ്ങൾ അവരെ ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവരെയും കൂടി ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വളരെ കാം എനർജിയാണ് ഇന്നത്തെ ദിവസം. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെയും ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഹീൽ ചെയ്യുകയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുപാട് സഹിച്ച് അതിൻ്റെ ഒരു സഹനത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ടായിരിക്കാം. നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും മറന്നു പോകാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹീലിങ്ങും സ്നേഹവും പ്രൊട്ടക്ഷനും കരുതലും ഒക്കെ നമുക്കും വേണം. അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മറ്റാരും തരും എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഇപ്പം നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കും, അതുപോലെ മറ്റുള്ളവർ നമുക്ക് തരുമെന്ന് ചിന്തിക്കാതിരിക്കുക. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റും, അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അപ്പോൾ എന്ത് തടസ്സമോ വരട്ടെ, എനിക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റാൻ പറ്റും അങ്ങനെ പറ്റണം എന്നുള്ളൊരു തീരുമാനം ഇന്നത്തെ ദിവസം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്നതെല്ലാം വന്നോട്ടെ, എന്ത് വന്നാലും എനിക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചിന്തിക്കുന്നത്. പുതിയ എന്തോ ഒരു തുടക്കം നിങ്ങൾ മനസ്സുകൊണ്ടൊരു കാര്യം പുതിയ തുടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വളരെ ആഘോഷങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം, ഇടക്കാലത്ത് വെച്ച് നിങ്ങൾ നിർത്തിപ്പോയ കാര്യം, അത് ഇന്നത്തെ ദിവസം വീണ്ടും നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജീവിതം ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നിങ്ങളെ മുന്നിലുണ്ടായാലും നമ്മൾ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാൻ, സ്വന്തമായിട്ട് സന്തോഷിക്കാൻ മറന്നു പോകരുത് എന്നൊരു തീരുമാനം, അത് നിങ്ങൾ തന്നെ കൊടുക്കുന്നൊരു അഡ്വൈസ് ആയിരിക്കണം. ടെമ്പറൻസിൻ്റെ എനർജിയാണ് ഇതിൽ. ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുള്ള
ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി അത് ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ഇത്. ഒരു ആരെങ്കിലും പ്രൊവോക്ക് ചെയ്താലും ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താലും ട്രിഗർ ചെയ്താലും ഒന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു അങ്ങനെ പൊട്ടിത്തെറിക്കാനൊന്നും പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെപ്പോഴും ട്രിഗർ ചെയ്യാനേ ശ്രമിക്കുള്ളൂ. സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. നമ്മൾ മറ്റൊരാളുടെ സപ്പോർട്ട് നോക്കി നിൽക്കാനും പാടില്ല എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം, സ്ട്രെങ്ത് ആണ്. നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ട് അല്ലെങ്കിൽ ധൈര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കഴിവുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒന്നിനും തളർന്നു പോകാതിരിക്കുക. കാരണം ജീവിതം എന്ന് വെച്ചാൽ ഒന്നിൻ്റെയും അവസാനമല്ല. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈവൻ വലിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇനി എനിക്കിത് പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ തിരിഞ്ഞോടാതിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. വളരെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് വരുന്ന പ്രതിസന്ധികളെല്ലാം നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്ത് പ്രശ്നം നമ്മളുടെ മുന്നിലുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാണുന്നത്. നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ പണ്ട് നടന്ന എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേ ഉള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു. വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു കൊടുക്കാനോ മറക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച ചില കാര്യങ്ങൾ പെട്ടെന്നൊന്നും പുറത്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളത് എത്ര വിചാരിച്ചാലും അത് മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വേദനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചതിച്ചതായിരിക്കാം, അല്ലെങ്കിൽ മാറ്റി നിർത്തിയതായിരിക്കാം. അതൊന്നും ഉറക്കം വരാതെ കിടക്കുന്നു എന്നുള്ളതാണ്. അത് ആലോചിച്ചിട്ട് ഉറക്കം വരാതെ കിടക്കുന്ന ആൾക്കാരുടെ എനർജിയാണത്. ചിലപ്പം ആ 3 മണി സമയത്ത് നിങ്ങൾ ഉണർന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ട് നിങ്ങൾ ഉണർന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ വന്നായിരിക്കാം ആ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഉറക്കം കെടുത്തുന്ന ചില കാര്യങ്ങൾ അത് ഇന്നലെ ഉണ്ടായി എന്നാണ് കാണുന്നത്. പക്ഷെ അതൊക്കെ തീരാനുള്ള സമയമായി. അത് ഇന്ന് പുറത്ത് നിങ്ങൾ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഒരു കോളോ മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ നിങ്ങളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അത് വരുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ളൊരു ഇതായിരിക്കും, ടിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ആയിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ സ്റ്റാറ്റസോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ഒരുപാട് തവണ നോക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഇട്ടിട്ടുണ്ടോയെന്നൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. വേൾഡ് കാർഡാണ്. നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ വരുത്തി വെച്ചതാണെന്ന് സ്വയം ആലോചിക്കുക, ഓർമ്മിക്കുക. ഇത് നമ്മളുടെ തന്നെ പ്രശ്നം കൊണ്ടുണ്ടായ കാര്യമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ പോയി തലയിട്ടത് കൊണ്ടും നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ടും ഒക്കെ നമുക്ക് തന്നെ വന്നുപോയ കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ജീവിതത്തിലുള്ളത് ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. ചില ആൾക്കാർക്ക് നമ്മൾ ഒന്നിൽ കൂടുതൽ ചാൻസസ് കൊടുത്തത് കൊണ്ട് അവർ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ചില ആൾക്കാരെ ഒരു നോ പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആൾക്കാരെ നോ പറയാനുള്ള മടി കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ ചീറ്റിംഗ് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒറ്റ ചാൻസ് മാത്രം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുമുണ്ട്.
അവരെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാതിരിക്കുക. ചിലപ്പോൾ അത് സ്റ്റാഫാകാം, ചിലപ്പോൾ നമ്മളെ ചീറ്റ് ചെയ്ത ലവറാകാം, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്താകാം, ആര് തന്നെ ആകാം. ആവശ്യമില്ലാതെ മാറ്റി നിർത്തേണ്ട ആൾക്കാരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു പൂർണ്ണത വരുന്നത് എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ നമ്മളെ ബോധ്യപ്പെടുത്തും, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് അവർ നമ്മളെ ബോധ്യപ്പെടുത്തും. അവരാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യണതെന്ന് അവർ നമ്മളെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ അവരില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും. പക്ഷേ നിങ്ങളെ വീണ്ടും വീണ്ടും മനഃപൂർവ്വം നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഒരു മെസ്സേജ് തരികയാണ്, അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്, അവരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്നൊക്കെ പുറത്തിറങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നമുക്ക് ഒറ്റയ്ക്ക് മതി, നമുക്ക് സന്തോഷിക്കാനും നമുക്ക് ആഘോഷിക്കാനും ഒക്കെ നമ്മൾ തന്നെ ഇനഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു സെൽഫ് ഡൗട്ട് വരണമെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കാനും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സോള് പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. അതിനാണ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിലൊരു 24 മിനിറ്റ്, ഒരു നാഴിക സമയമെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടോ മെഡിറ്റേഷന് വേണ്ടിയിട്ടോ ഒക്കെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 24 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി, അത് ആ സമയം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു പരിഹാരവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും എന്നുള്ളതാണ്. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്രയും ഇൻഡ്യൂട്ടീവ് ആണ് എന്നാണ് ഇതിനകത്ത് ഡിവൈൻ പറയുന്നത്. യൂണിവേഴ്സാണ്. നമ്മളെല്ലാവരും ഒരു സ്റ്റാർ ഡസ്റ്റ് ആണെന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു പൊടി, അത്രയാണ്. അപ്പം അതും എങ്ങനെയാണ്, യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പൊടിയാണ് നമ്മളെന്നാണ്. അപ്പം നമ്മളിൽ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിൽ തന്നെ എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് തിരിച്ചറിയുക. നമ്മളുടെ ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവരിലാണ് കൂടുതൽ ഗുണങ്ങൾ ഉള്ളതെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. ഐ എം ആൾവേസ് ഇനഫാണ്. ഇതിൽ നമ്മളുടെ വർത്ത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ സെൽഫ് ഡൗട്ട് പാടില്ല എന്നുള്ളത്. നമ്മളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് അത് പറ്റുമോ, ഞാൻ നല്ലതാണോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുക. നമ്മളെപ്പോലെ മറ്റാരും തന്നെയല്ല, യൂണീക്കാണ്. ഓരോരുത്തരും യൂണീക്കാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ യൂണീക്ക്നെസ്സിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഇനി ഒരിക്കലും ഒരാൾ ഉണ്ടാകാനും പോകണില്ല, ഇതുവരെ ഉണ്ടായിട്ടും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇനി വീണ്ടും ജന്മങ്ങൾ എടുത്തേക്കാം, പക്ഷേ അത് വേറെ രൂപത്തിൽ വേറെ ഭാവത്തിലായിരിക്കും. ചിലപ്പോൾ വേറെ നാട്ടിലായിരിക്കും, അതല്ല ഇതുപോലെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മളുടെ വർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യവും മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. നമ്മളുടെ കർത്തവ്യങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക, മാറിപ്പോകാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.